ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫാദർ ഒരു പുതിയ ഡേറ്റ് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ അഡ്വാൻസ് ഈദ് മുബാറക്ക്. അപ്പോൾ നമ്മുടെ ഈദാണ് ഇന്നെന്ന് പറയുന്നത്. ഇപ്പം സമയം 6:10 കുളിച്ചിട്ടൊന്നുമില്ല, എണീച്ചപാടാണ്. എണീച്ച് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ നിസ്കരിച്ചു ഫസ്റ്റ് തന്നെ നിസ്കാരത്തിലാണ് നമ്മൾ വ്ളോഗ് തുടങ്ങിയത്. നിസ്കരിച്ചു, നല്ല ദ്വാരിച്ചു, ഈദ് ആഘോഷിക്കാൻ പറ്റട്ടെ എന്നും എല്ലാം ദ്വാരിച്ചു. അങ്ങനെ അതിന് ശേഷം നമ്മൾ കുളിക്കാൻ പോകാൻ താത്ത കുളിക്കാൻ പോയിട്ടുള്ളു. അപ്പോൾ എല്ലാം കഴിച്ച് വേണം കുളിക്കാൻ പോകാൻ. ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡ്രസ്സ് ഓർണമെൻറ്റ്സ് ഒന്നും അധികം ഇടാനില്ല, കാരണം എൻ്റെ സിമ്പിൾ ഡ്രസ്സാണ്. സാധാരണ ഞാൻ എല്ലാ പെരുന്നാൾക്കും ട്രഡീഷണലാണ് എടുക്കാൻ. ഒന്നെങ്കിൽ ഫ്രോക്ക് ചുരിദാർ ഷറാറ അല്ല ഗൗണ്, അങ്ങനത്തെ എല്ലാം എടുക്കാറ്. ഇപ്പോൾ കുറച്ച് സിമ്പിളാക്കി വെറൈറ്റി ആക്കി കുറേ ടൈപ്പാക്കി ഒരു നക്കാപ്പിച്ച ഓർണമെൻറ്റ്സ് അങ്ങനെ പറയും. ഓർണമെൻറ്റ്സ് പിന്നെ നല്ല ഷൂസ് ഉണ്ട് പിന്നെ ഹെയർ സ്റ്റൈലൊന്നും അധികം കിട്ടുമെന്നറിയില്ല, കാരണം ഷോളൻ്റെ ജേഴ്സി ഷോളിനായിരുന്നത് ആ കൊച്ചുന്നെയാണ്. അതുകൊണ്ട് മേക്കപ്പെല്ലാം നമുക്ക് നല്ല ആവശ്യത്തിനാണ്. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇട്ട മൈലാഞ്ചി കേട്ടോ. ഇത് ചോറായിട്ടില്ല, ഞാൻ ചോപ്പിക്കണം ഇനി. ഇത് നോക്കിയ ഗൈസ്, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാനിത് ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ കണ്ടു. എൻ്റെ പേര് ഫാത്തിമ എന്നായതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കി. പിന്നെ അതേ ഇപ്പുറത്തും ഇതേ സ്റ്റൈലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടില്ല, ടൈം ഇട്ടിട്ടില്ല. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ഉറങ്ങിയതെന്ന് പറയുന്നത് 2 മണി 1 മണി 1:30 ആയിന്. കാരണം നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വിചാരിച്ചു. അങ്ങനെ പുറത്ത് നിന്ന് നമ്മൾ കാറിൽ തലശ്ശേരിയിൽ പോയി എന്തെങ്കിലും ഐസ്ക്രീം അങ്ങനത്തെ എല്ലാം കുടിച്ച്. പക്ഷേ ഞാൻ മാത്രം കുടിച്ചില്ല, എല്ലാവരും കുടിച്ചു. കാരണം എനിക്ക് ഇന്നലെ ഭയങ്കര തൊണ്ട വേനേനു. അപ്പോൾ എനിക്ക് പെരുന്നാൾക്ക് മാറണം നല്ല ആഗ്രഹമുണ്ട്. എല്ലാവരും വീട്ടിൽ പോയിട്ട് ഫ്രൂട്ട്സ് സലാഡ് ഐസ്ക്രീം എല്ലാം കുടിക്കണേ. അപ്പം എനിക്ക് ഞാൻ മാറ്റാൻ വേണ്ടി കുറേ കളിച്ചു. ഐ തിങ്ക് മാറി, എൻ്റെ ദിവസം സ്വീകരിച്ചു മാറിയും തോന്നുന്നുണ്ട്. അതിനെ ഇനി എനിക്കിപ്പോൾ ഇന്നെല്ലാം തിന്നിട്ട് നാളെ തൊണ്ടതിനെ എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ പുറത്തെല്ലാം പോയി വന്നിട്ടാണ് മൈലാഞ്ചെല്ലാം ഇട്ടത്. അപ്പോൾ 2 മണി അങ്ങനെയല്ല, അതിന് നല്ല ഉറക്കത്ത് ഇങ്ങനെയാണ് കൈ കാണിച്ചു കൊടുക്കുന്നത്. നല്ല ഉറക്കമുണ്ടായിരുന്നു. പിന്നെ നേരെ ഉറങ്ങി. അതാണ് ഇന്നലെ വ്ളോഗ് തുടങ്ങേണ്ടുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ പശുവിൻ്റെ കായ് ഇറക്കാൻ ഞാൻ നിങ്ങൾക്ക് പശുവിനെ കാണിച്ചു തരാം. ഞാൻ പേരിട്ടിട്ടില്ല. സാധാരണ എല്ലാ പശുക്ക് പേരിടാറുണ്ട്, ഇപ്രാവശ്യം മറന്നുപോയി. എൻ്റെ പേരിടണമെന്ന് വിചാരിച്ചു. മിന്നു എന്നിട്ടാലോ വിചാരിച്ചിന്. എനിക്കൊരു ഫ്രണ്ടും ഉണ്ട് മിന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പശുക്കുട്ടൻ എന്ന് പറയുന്നത്. പശുക്കുട്ട മിന്നു, ഇതാണ് പശുക്കുട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പണി ചെയ്യാം. റൂമിലെത്തി. ഈ ബ്രാൻഡ് പേ എന്നാണ് ഞാൻ ഡ്രസ്സ് വാങ്ങിയത്. ഞാൻ ഷോർട്സിലിട്ടായിരുന്നു ഈ ഷോപ്പിങ്. ഫുൾ വ്ളോഗ് ലോങ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അത്ര വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ലെങ്കിലും. അതുകൊണ്ട് ബ്രാൻഡ് പേ വാങ്ങിയതാണ് ഗൈസ്. ബ്രാൻഡ് പേന്ന് ഡ്രസ്സ് മാത്രം വാങ്ങി. ക്രോമാക്സ് എന്ന് ചെരുപ്പ് വാങ്ങി. ഇതെല്ലാം ഡൗട്ട് ഓണാണ്. ഓർണമെൻറ്റ്സ് എന്നിട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു. ബ്രേസ്ലെറ്റ് ഞാൻ സ്കൂളിൽ പോകുന്ന ആ ബ്രേസ്ലെറ്റ് ആയിരുന്നു ഇടുന്നത്. പിന്നെ കാഷ്യോൻ്റെ വാച്ചും. പിന്നെ എന്തെങ്കിലും വിചാരിച്ചാൽ പിന്നെ റിങ്സൊക്കെ എനിക്ക് കുറേ ഉണ്ട്. ഞാൻ മീഷോന്ന് മറ്റേ ഒരു സെറ്റ്സ് വാങ്ങിയിനി. അത് മീഷോയിൽ അവൈലബിൾ ആണ്. അത് നല്ലതാണ്, ബട്ട് അതിൻ്റെ കളർ പോകാണ്ട് നമ്മൾ നോക്കണം, ആ ഒരു ഇത്. അപ്പം എനിക്കിങ്ങനെ ഒന്ന് മൈലാഞ്ചി ഉണങ്ങാൻ വേണ്ടി ഇത് കളർ വെക്കാൻ വേണ്ടി ഞാൻ കാത്തിക്കുക. കാരണം ഇത് മുമ്പത്തെ കളറില്ല, ഇത് പിന്നെ കളറുണ്ട്, ഇത് കളറില്ല. ഇതാണ് എൻ്റെ ലാസ്റ്റ് ഇട്ടത്. അപ്പോൾ ഗൈസ് നമുക്ക് കുളിച്ചിട്ട് വന്നിച്ച് എല്ലാം കണ്ടാൽ പോരെ. എന്നാക്കി നിങ്ങൾ കുറച്ച് റെസ്റ്റ്. ഹേ ഗായ്സ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. പാവാട ഉണ്ട് ഗായ്സ്, കണ്ടോ, നല്ല രസമില്ല, നല്ല ഭംഗിയില്ല കാണാൻ. പിന്നെ അതേ ഈ ഒരു ഷർട്ട് ആണ് എൻ്റെ ഇത്. ഷോള് ഞാൻ ജേഴ്സി ഷോളാണ് ഇടുന്നത്. ജേഴ്സി ഷോൾ വാങ്ങി നിർന്നു വെച്ചാൽ അത് വാങ്ങിയ ഇത് ബ്രാൻഡ് പേന്നും കിട്ടും. ബ്രാൻഡ് പേന്ന് ഈ കളറില്ലായിട്ട് ഞാൻ എവിടുന്നോ വാങ്ങി, എനിക്ക് വാങ്ങി തന്നെ കേട്ടോ. അതുകൊണ്ട് എനിക്കറിയാത്ത എനിക്ക് കസിൻ എന്ന് പറയുന്നത് എൻ്റെ ഭാബി വാങ്ങിച്ചതാണ്. ദാറ്റ്സ് മൈ ഡ്രസ്. ഈ ചെരുപ്പും എല്ലാം ഇടണം. നിങ്ങൾ ഡ്രസ്സ് കണ്ടില്ലേ? എന്തായാലും എനിക്ക് റെഡി വിത്ത് മീ എടുക്കണം. റെഡി വിത്ത് മീ എടുത്തിട്ടാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഔട്ട്ഫിറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് ഗൈസ്.
ഇതാണ് ഫാൻ എഴുതിയൊരു മൈലാഞ്ചി. തെക്കുവീര് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മളെന്താക്കാൻ പോവാണ്, നമ്മൾ ഷൂസ് കാണിച്ചോണ്ടിരിക്കാനോ. അപ്പൊ ഇതാണ് ഷൂസ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയില്ല കാണാൻ, വൈറ്റ് ആണ് കളർ എന്ന് പറയുന്നത്. ഇതിന് നല്ല ചേരുന്നൊരു ഷൂസാണ്. ദിസ് ഈസ് മൈ ഷൂസ്. വെട്ടി കണ്ടാ പോലെ ഗൈസ്. നല്ല മാലയൊക്കെ ഇട്ടിട്ടുള്ള ലവിൻ്റെ ചെറിയ മാല ഇട്ടിട്ടുള്ളൂ ഗൈസ്. ചെറുതാ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മളിടാൻ പോകുന്നത് എന്താണ് കാണിച്ചുതരാം. ഫോൺ വീഴാതെ നിന്നാൽ മതിയായിരുന്നു. വാച്ച് ക്യാഷ്. സ്കൂളിൽ പോകുന്നതാണ്. വരല്ലേ ഞാൻ കാതിലിട്ടിട്ടില്ല, നിങ്ങൾക്ക് കാതിൽ കാണിച്ചൊന്നും ഇല്ലായിരുന്നു. നല്ല കാതിലതേ ഇതാണ് കേട്ടോ. $299 പ്രൈസ് വരുന്ന ഈ ഒരു കാതിലാണ് ഇടുന്നത്. അടുത്തൊന്നാണ് മേത്തുക്കാണ് സാരി. ഫ്രണ്ട്സ്, ഞാൻ കമ്മലിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. കമ്മലിട്ടിട്ട് അതിന് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് വേണം ഹെയർ സ്റ്റൈൽ ചെയ്യാൻ. ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം ചെയ്യുന്നത് അഡ്വാൻസ്ഡ് സ്നെയിൽ 96 മ്യൂഷ്യൻ പവർ എസൻസ് ആണ്. ഇത് കുറച്ച് തേക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ മുഖം ഗ്ലോ ആക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഞാൻ ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ് തേക്കുന്നത്. പിന്നെ ഇത് സ്പ്രെഡ് ചെയ്യാൻ ഇപ്പുറത്തുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ് ഗൈസ്. ലിപ്സ്റ്റിക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. ആദ്യം ഫസ്റ്റ് വാസ്ലിൻ്റെ ലിപ് ബാം ഇട്ടു, പിങ്ക് ഷെയ്ഡ്. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാണ് ഗൈസ്. ലിപ്സ്റ്റിക്ക് നല്ല കണക്കിന് ഇടുന്നുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ തീരെ സമയമില്ല കേട്ടോ. നമ്മൾ നല്ലോണം ലേറ്റ് ആയി. എന്നോടാണെങ്കിൽ വൂത് കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ വൂത് കൊടുത്തിട്ട് പിന്നെ ഇതാക്കണോ. ഞാൻ മുടി ജസ്റ്റ് ഇങ്ങനെ കിട്ടുന്നതാണ്. പള്ളിയിൽ പോകുന്നില്ല, നിസ്കരിക്കാൻ പോകുന്നില്ല വിചാരിച്ചിട്ട്. ഇങ്ങനെയാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് സമയമില്ലേനു. ഞാൻ ഷോപ്സ് എടുത്തിട്ട് കാറിൽ കയറി, കാരണം നിസ്കരിക്കാൻ പോകണ്ടായിരുന്നു ഗൈസ്. നല്ല സണ്ണുള്ളത്, മുഖമൊക്കെ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് വിട്ടു. യൂണിറ്റിയിലാണ്, പെരിങ്ങാടിയിലാണ് നമ്മൾ പോയത് ഗൈസ്. എൻ്റെ മുഖം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ച് വീഡിയോ എടുത്തു. കാറിന് തീരെ ടൈമില്ലായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചു നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും എത്താൻ. അധികം എങ്ങനെയാണ് പെരുന്നാൾക്ക് നമ്മളൊരു ശീലമാണ് ഗൈസ് അത്. അപ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് നിസ്കരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു വൈബാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഷോക്സൊക്കെ കാറിൽ തന്നെ ഇട്ടു. ചിലപ്പോൾ അവിടുന്ന് ടൈം കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ട്. അങ്ങനെ ദേ ഷോക്സൊക്കെ അതേ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പള്ളിയിലെത്തി. പള്ളിയിൽ നിന്ന് നടക്കുകയാണ് ഗൈസ്. റെയിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ നടന്നതെന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെന്താക്കി ഇങ്ങനെ നടന്നു. പിന്നെ പള്ളിയിൽ കുറേ ആൾക്കാർ നിസ്കരിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. സ്ഥലമൊന്നും ഇതായിരിക്കില്ലേനും. അങ്ങനെ വേറൊരു സഫും കൂടി ഉണ്ടാക്കിയതാണ് അവർ. അങ്ങനെ ആ സഫിലായിരുന്നു ഞാനുണ്ടായെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ തന്നെയാണ് എത്തിയത്. പക്ഷെ കുറേ ജനങ്ങളുണ്ടായിരുന്നു നിസ്കരിക്കാൻ. അപ്പം കുറച്ച് എന്തെന്നാ സഫ് കൂട്ടിയിട്ടവർ. അപ്പം ഗൈസ് ഇത്രയുള്ള. അപ്പം ഞാൻ ഇനി പുറക്കെത്തിയിട്ട് വ്ളോഗ് എടുക്കും. പള്ളിയിലൊക്കെ പോയി വന്ന് നമ്മൾ നിസ്കരിച്ച് നമ്മൾ വേഗം വന്നു. കാരണം ദീദിക്ക് എൻ്റെ ദീദിക്ക് ഒരു ബേബി ഉണ്ട്. അത് വീട്ടിൽ നിന്ന് കാര്യമുണ്ട്. നമ്മൾ വേഗം വന്നു. ഞാൻ ചോക്കപ്പ എന്നാണ് വിശക്കുന്നുണ്ട്. അവിടെ നിന്നാണ് നല്ല വെയിലായിരുന്നു കേട്ടോ. നിസ്കരിക്കുന്ന സ്ഥലത്തുണ്ട് നിൽക്കാണ്ടിരിക്കാൻ പറ്റിക്കില്ല. സത്യം പറയല്ലോ, മുഖമുണ്ട് കളറെല്ലാം പോയി. വെയിലുണ്ടിട്ട് വെയിലത്തിന് മുമ്പ് നിസ്കരിച്ച. അപ്പോൾ ഗൈസ് അതിന് എനിക്ക് ഒന്നുകൂടി ഒരു ഗെറ്റ് റെഡി എടുക്കാണ്ട് വിചാരിച്ച് ശരിയാക്കില്ല. അവയെ ലിപ്സ്റ്റിക്ക് വല്ല ഇട്ടിട്ട് ഒട്ടേനും ചോക്കോപ്പായി. പിന്നെ കുറേ നേരം തിരിഞ്ഞും മറിഞ്ഞും അതിനും ഇതിനും കളിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് നമ്മുടെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ട്രീ ഇല്ലാതെ ഇതിൻ്റെ പിക്സ് ഇല്ല എന്നാണ് ഗൈസ്. ചോക്കോപ്പയിൽ നിന്ന് ഞാൻ ഒന്നുകൂടി കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഗെറ്റ് റെഡി വിത്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ നോക്കിയിട്ട് എന്തായാലും എടുക്കും.
ട്രാൻസിഷൻ ഇല്ല, എന്നാൽ ട്രാൻസിഷൻ അല്ലാതെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. എന്താണ്? നമ്മുടെ ഒരു റീൽ എടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ നടക്കണം. ഞാൻ ഡാൻസ് ഒക്കെ കളിക്കുകയാണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. ലെറ്റ്സ് വാച്ച് ബ്രേസ്ലെറ്റ്. ഇനി നമ്മൾ പരിപാടി എന്ന് പറയുന്നത് കുറച്ച് നേരം വെറുതെ ഇരിക്കുക, ഫുഡ് കഴിക്കുക, എന്നിട്ട് കുറേ പരിപാടിയുണ്ട്. ഞാൻ മുഖമെല്ലാം കണ്ട ഫുൾ കറുത്ത് ഞാൻ വെളുത്തുന്ന റീൽസും ഡാൻസും കൊടുത്താണ്. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ എടുക്കുന്നത്. എന്തെങ്കിലും ഞാൻ പറയാൻ വിചാരിച്ചാൽ ഞാനൊന്നും കഴിച്ചിട്ടില്ല, ഫുഡ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒക്കെ വിശക്കുന്നത്. ഇവരെല്ലാം പാല് അത് ഇതെല്ലാം കുടിക്കുന്നത്, അങ്ങനത്തൊന്നും കുടിക്കാത്തൊരുത്തിയാണ്. പക്ഷേ എനിക്കിതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ റോൾ തിന്നാൻ പോകണം. ഇത് മുംബൈയിൽ നിന്നാണ് വാങ്ങിയത്. ഗോ ചോക്കോ റോൾ. നമുക്കിത് തിന്നാലോ? ഒരാളാഴ്ചയാണ്. നമുക്കത് തിന്നാം. ഇനി കുറച്ചൊന്ന് മുടി ഒന്ന് മടന്നിട്ട് കുണ്ടൊക്കെ കെട്ടും, എന്നിട്ട് തട്ടിടും. പക്ഷെ പണിയുണ്ട്. ഇനി ഒരു മേക്കപ്പ് ഇത് ചെയ്യണം, കാരണം വുളു എടുത്തതിന് ശേഷം മേക്കപ്പ് ചെയ്തിട്ടില്ല. ശരിക്കും എനിക്ക് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വുളു എടുക്കാൻ പറഞ്ഞേ. അപ്പം നല്ല തുടച്ചിട്ട് പിന്നെ ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. സ്മെൽ അവർ പറയും അഭിപോലെ. അങ്ങനെ കുറേ തലതെറിച്ച കസിൻസ് എല്ലാം വന്ന് ഗൈസ് ഇവിടെ. എന്നിട്ട് എന്തെല്ലാം പറഞ്ഞ് കളിച്ചു. പിന്നെ ഞാൻ അപ്പുറത്തെ പരിക്കേക്ക് പോയി ഗൈസ്. അപ്പുറത്തെ പരിക്കേക്ക് പോയിട്ട് എല്ലാവരോടും ഒരു ഈദ് മാർക്ക് എന്തെങ്കിലും ഒരു സുഖം കിട്ടൂലല്ലോ, അങ്ങനത്തെ ഒരു ഇതുണ്ട്. കാരണം അപ്പുറത്തും എല്ലാ പേർക്കും പോയിട്ട് ഒരു ഈദ് മാർക്ക് അറിയില്ല, അത് സ്ഥിരമാണ്. അങ്ങനെ ഇതാണ് എൻ്റെ അപ്പുറത്തെ പുര എന്ന് പറയുന്നത് ഗൈസ്. ഇവിടെയാണ് ഞാൻ എൻ്റെ റീലെടുക്കുന്ന ആ കസിൻ ഉള്ളത്. ഞാൻ ഓളും നൗളിലേക്ക് പോകുമ്പോഴാണ് എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാനയുടെ പോകാൻ പോകണം. ഉപ്പാനയുടെ എന്നല്ല, ഉപ്പാനയുടെ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പുറത്തെല്ലാം ഉപ്പാനയുടെ. അപ്പോൾ ജസ്റ്റ് പോകാൻ ഗൈസ്. അങ്ങനെ ഗൈസ് അവിടെ എത്തിയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുകയാണ് ഗൈസ്. പിന്നെ അവിടുന്ന് നല്ലൊരു പുട്ടിങ് തന്നു ഗൈസ്. അങ്ങനെ അവിടുന്ന് ഐസ്ക്രീമൊക്കെ കുടിച്ച് പറക്കെത്തിയിട്ടുണ്ട്. അപ്പോൾ റീല് ഫോട്ടോഷൂട്ട് ഇതൊക്കെ എടുക്കാൻ പോവാണ്. അപ്പം എൻ്റെ ലുക്ക് എനിക്ക് എന്തോ ഒരു പോലെ ഉണ്ട്, കാരണം മുഖമൊക്കെ ഒന്ന് ഡള്ളായ പോലെ. ശരിക്കും എന്തോ പോലെയല്ലേ മുങ്ങാണോ നീ തൂ പോലെ ആയിക്കിട്ടോ ഗൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഡ്രസ്സ് സ്വയംപൊക്കെ എന്നെ പിന്നെ നമ്മൾ രാവിലത്തെ ഫുഡ് വന്നു. ആദ്യം തന്നെ ഒരു ഇഷ്ടകറിയായിരുന്നു ഉണ്ടായത്. പിന്നെ നല്ല ബീഫും കരളും എല്ലാം വരട്ടിയതായിരുന്നു. പിന്നെ നല്ല ചപ്പാത്തി ഉണ്ടായിരുന്നു. പിന്നെ തലച്ചോറ് കറി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാനാണെങ്കിൽ തലച്ചോറ് അങ്ങനത്തെ ഒന്നും കൂട്ടൂല. അങ്ങനെ എൻ്റെ പ്ലേറ്റിൽ ചപ്പാത്തിയും ആകെ ബീഫ് വരട്ടിൻ്റെ കക്ക മാത്രമാണ്. ബീഫും കൂട്ടൂല, കരളും കൂട്ടൂല. അങ്ങനത്തെ ഒരു ജീവിയാണ് ഞാനെന്ന് പറയുന്നത്. യെസ്, നിങ്ങൾ വിചാരിക്കും ഇവളെന്താ മനുഷ്യൻ തന്നെയാണോ എന്ന് വിചാരിക്കുന്ന ഒരു ഇതുണ്ടാവും, അത് ഉറപ്പാണ്. അങ്ങനെ നമ്മൾ തിന്നട്ടെ ഗൈസ്, തിന്നിട്ട് കാണാം. അങ്ങനെ ഗൈസ് ഞാൻ ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫിൻ്റെ ആ ഒരു കക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആകെ ഒരു ചപ്പാത്തി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് ഫോട്ടോ എടുക്കുന്ന പോലത്തെ സ്ഥലത്താണ് ഗൈസ് ഉള്ളത്. ഇതാണ് ട്രൈപ്പോഡ്. നമ്മുടെ ജീജു ദീദി എല്ലാവരും ഉണ്ട് ഗൈസ്. ഫോട്ടോഷൂട്ട് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേ നമ്മളെ കാറ് വരുന്നു. ദേ ഗൈസ് നമ്മുടെ പശുവിനർച്ച ചിക്കൻ. പിന്നെ ഇക്കാക്ക് എൻ്റെ ഫ്രണ്ട് ബക്കർ വന്നപ്പോൾ ഞാൻ വെറുതെ ഊക്കം വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് ഗൈസ് ഹായ് ഗൈസ് എന്നെല്ലാം പറയുന്നുണ്ട് ഗൈസ്. എല്ലാ ഗൈസിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണം. ഇവിടെ മെലഡി വെക്കും. എല്ലാ ദിവസവും നമ്മൾ മെലഡിയാണ് വെക്കാറ് ഗൈസ്, മുട്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെലഡിനെ ഇതാണ് മെലഡി. തീരാനായി കുറേ ആൾക്കാരൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല, എനിക്ക് കാണാം. അങ്ങനെ എൻ്റെ ചങ്കുകൾ വന്നു ഗൈസ്. ഇതാണ് ഫരീദ, ഇതാണ് മിൻഹ, ഇതാണ് മൻഹ, പിന്നെ അത് ഇഫ ഉണ്ട്, മൻഹയും മിൻഹയും ജയിക്കും, പിന്നെ മിന്നുവിന് അനിയത്തിൻ്റെ. പിന്നെ ഇവർ രണ്ടാളേനും ബാക്കിയുണ്ടായി. നമ്മൾ കുറേ പിക്സ് ഫോട്ടോസ് എല്ലാം എടുത്തിട്ടോ ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഗൈസ് ഇഫ് ഓടിപ്പോയി ഗൈസ്. ഇഫ് ഓടിപ്പോയി എൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. പരിപാടി കഴിയുന്നുണ്ട്. വർക്കൊത്ത ആൾക്കാരാണ് കേട്ടോ. ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിച്ചില്ല, കഴിക്കാനാവുന്നുള്ളൂ. ഫുള്ള് ഫോട്ടോസ് അത് ഇത് എന്നെല്ലാം വന്നിട്ട് പോയതാണ്. പുറത്തു പോകാൻ വന്നിട്ട് നിങ്ങൾ വെയിറ്റ് ഗൈസ്. അങ്ങനെ നമ്മുടെ ചോറ് വന്നിട്ടോ ഗൈസ്. എൻ്റെ സൗണ്ടൊക്കെ പോയി ഗൈസ്. നല്ല ബിരിയാണി വന്നിട്ടുണ്ട് ഗൈസ്. ചോറ്, മസാല, ചിക്കൻ പൊരിച്ചത് അടിപൊളിയായിരുന്നു ഗൈസ് കാണാൻ ഗൈസ്. തൈര് എല്ലാം കൂട്ടി ഒരു പിടി പിടിക്കാമെന്ന് തന്നെ വിചാരിച്ചു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അത് മാത്രമല്ല എൻ്റെ സൗണ്ടൊക്കെ പോയിരുന്നു ഗൈസ്. എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ സൗണ്ട് ഒട്ടാകെ പോയി. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിച്ചത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിന്, കാരണം കുറേ നേരം ഫോട്ടോ എടുക്കൽ റീൽ എടുക്കൽ, ഫോട്ടോ എടുക്കൽ റീൽ എടുക്കൽ, ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാം ചെയ്യാൻ വിചാരിച്ചു. പിന്നെ രാവിലെ ടൈം ഇട്ടിക്കില്ല, വേഗം പള്ളിയിൽ പോയി. അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ഇല്ല. പക്ഷേ ഇതിൻ്റെ റീല് 2 റീലുണ്ട്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ
ഞാൻ ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് മേക്കപ്പ് എല്ലാം തുടച്ചത്. കാരണം ലൊഹറസ്കരിച്ച് അതുപോലെ തന്നെ അസറസ്കരിച്ച് ലൊഹറസ്കരിച്ച് കുറച്ച് ലേറ്റ് ആയിരുന്നു. അവിടെ തന്നെ അസറസ്കരിച്ച് എൻ്റെ സൗണ്ടെല്ലാം മാറി. കാരണം എനിക്ക് തീരെ സുഖമില്ല. വെന്നാൻ്റെ തൊണ്ടവേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫുള്ള് ജലദോഷമൊക്കെ പിടിച്ച് ഇതിൻ്റെ കുട്ടീനെ അതാണ് ഞാൻ അധികം എടുക്കാത്തത്. പിന്നെ റിവീൽ ചെയ്യാത്തത് ചെറുതാണ്, 2 month ആ ഒരു ഇതായതുകൊണ്ട് ഞാൻ റിവീൽ ചെയ്യാത്തത്. വലുതായ അതിൻ്റെ റീലിടും. അപ്പം ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വരും. ബെസ്റ്റ് ഫ്രണ്ട് വന്നിക്കില്ല, ഫ്രണ്ട്സ് എല്ലാം വന്നിന്. ഫരി ഞാൻ വന്നിക്കില്ല, ഒരു ട്രീ ഉണ്ടാക്കി ഫരി വിൻഡു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആ ക്ലാസ്സിലെ ട്രീ. ബെസ്റ്റ് വന്നിക്കില്ല, ബെസ്റ്റ് ഫ്രണ്ട് ഓളെ പേര് ഇസ്മ. ഓൾ വരാണ്ട് ഓക്ക് പിക്സ് എല്ലാം അയച്ചു കൊടുക്കണം. അപ്പോൾ ഗൈസ് ഞാൻ വെറുതെ ഇങ്ങനെ എനിക്കാണ് മേക്കപ്പ് വന്നിട്ടില്ല, എൻ്റെ ഇടാൻ പോകുന്നതാണ്. അസറോറെല്ലാം നിസ്കരിച്ച് ചോറെല്ലാം വെച്ച് തളർന്ന് നല്ല തണുപ്പുണ്ട്. അതാണ് ഇതിനെ കുട്ടീനെ ഒന്നും എടുക്കാത്തത്. നല്ല തണുപ്പുണ്ട്. റിവീൽ ചെയ്തത് 2 month ആയിട്ടാണല്ലോ. അപ്പം അങ്ങനെ റിവീൽ ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം നല്ല തളർന്ന ആവശ്യമായിട്ടുള്ളത്. ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വരും. ഇത്ര ഞാൻ പറഞ്ഞില്ല, ട്രിയോ മിൻഹ ഫിദ ഞാൻ അത് ക്ലാസ്സിലുള്ളതാണ്. ഇനി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വരാൻ പോവാണ്. ഇസ്മ ഓളെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ഞാൻ പറയാൻ വിചാരിച്ചാൽ ഓളും കൂടി വന്നിട്ട് ഓക്ക് ഫോട്ടോസും കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് കണ്ട പോൾ വരുന്നുണ്ട്. ഇപ്പോൾ വരും. ഇപ്പോൾ ഞാൻ മേക്കപ്പ് ഇടട്ടെ. നമുക്ക് മേക്കപ്പ് ഇട്ടാലോ? നമുക്ക് കണ്ടാലോ മേക്കപ്പ് ഇടുന്ന? പിന്നെ ഗായ്സ് നമ്മുടെ ഫോട്ടോഷൂട്ട് പിന്നെയും തുടങ്ങി. ഓരോരോ പേര് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ദീദിൻ്റെ ബേബിയല്ലേ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നത് എൻ്റെ ബെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സൊക്കെ വന്നു, പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിക്കില്ല. ഇസ്മ എന്നാണ് പേര്. അങ്ങനെ ഗായ്സ് അവൾ വന്നു. അവൾക്ക് നമ്മൾ ടാങ്ക് കൊടുത്തിരിക്കുന്നു ഗായ്സ്. ഇവിടെ ടാങ്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഗായ്സ് അവൾ ടാങ്ക് കൊടുത്തിരിക്കുന്നു ഗായ്സ്. ഇവളെന്തിനാണ് വരുന്നതെന്ന് അറിയാം, ഫോട്ടോഷൂട്ട് എടുക്കാനാണ്. ഇവള് ഫോട്ടോഗ്രാഫറാണ്. ഞാനിത് ചിരിയോട് ചിരിയാണ്. പിന്നെ അതായത് നമ്മുടെ റയാൻകുട്ടൻ വന്നു ഗായ്സ്. റയാൻകുട്ടൻ എന്തെന്നാ എൻ്റെ കസിനാണ്, ഉമ്മാൻ്റെ അടുത്ത കസിനാണ്. പൗഡർ എടുക്കുന്നതാണോ അവൻ്റെ പിടിച്ച് കയറ്റിയിട്ട് ഞാൻ വീഡിയോ എടുപ്പിച്ചത്. നമ്മൾ സംഭവം എവിടെയോ പോകാൻ. അങ്ങനെ ഞാൻ പിന്നെ ഗായ്സ് നമ്മൾ റയാൻ വന്നിട്ടുണ്ട് ഗായ്സ്. നമ്മൾ കുറേ നേരം ഉറങ്ങി എണീച്ച് ഫുള്ള് ക്ഷീണമാണ് ഗായ്സ്. എനിക്ക് കൊറോണ എന്തോന്നു ഗായ്സ്. കാരണം എനിക്ക് ഇതെന്നാ ജലദോഷം, ഇന്നലെ തൊണ്ടവേദന, രുചിക്കുന്നില്ല, മണക്കുന്നില്ല ഗായ്സ്. ഇത് എൻ്റെ കസിൻ റയാനാണ്. ഇവരെ ഉമ്മയോരെല്ലാം ഉണ്ട്. നമ്മളിപ്പം ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് വീട്ടിലേക്ക് പോകാണ്. അപ്പം എൻ്റെ അടുത്തെല്ലാം ഏകദേശം ഒക്കെ പോയി. അപ്പം ഗൈസ് നമ്മൾ പോകാൻ പോകണമെങ്കിൽ അങ്ങനെ നമ്മൾ ഉമ്മാൻ്റെ അടുത്ത് ടീംസായിട്ട് കാറിൽ കയറാൻ പോവുകയാണ്. സംഭവം എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് പുരകൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ബാക്കിൽ ഡിക്കിൻ്റെ സൈഡായിരുന്നു ഇരുന്നത് ഗൈസ്. അപ്പോൾ എന്താ വെച്ചാൽ ഡിക്കിന്നല്ല, സീറ്റ് താഴ്ത്തി വെച്ചതാണ്. അതിൻ്റെ മുകളിലാണ് ഞാൻ ഇരുന്നത്. അതിൻ്റെ മുകളിൽ ഇവനും ഇരുന്നത്. സീറ്റ് താഴ്ത്തി വെച്ചതാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഡിക്കിലാണെന്നല്ല, നമ്മൾ ബാക്കിൽ ഡിക്കിലൊക്കെ ഇട്ട് ഹായ് ബായ് എന്നൊക്കെ കാണിച്ചു. നമ്മൾ ബാക്കിൽ നിന്ന് എന്തെല്ലോ കൊപ്രായങ്ങൾ കാണിച്ചു ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നല്ലോണം കഴിയുന്നില്ല കേട്ടോ ഗൈസ്. കാരണം എന്താ വെച്ചാൽ എന്തെന്നാ ഉറങ്ങിയാലൊന്നും അത്ര ശരിയായിക്കില്ല. അതുകൊണ്ട് അത്ര ശരിയായിട്ടൊന്നും ഇല്ല ഗൈസ്. ഞാൻ പിന്നെ കുറേ നേരമായി കോപ്പറങ്ങൾ കാണിച്ചോട്ടുന്നു. ഓനെ കുറേ നേരം ഇടങ്ങാറാക്കുന്നത് എനിക്ക് എന്തെല്ലോ പ്രാന്തി. ഇവിടുത്തെ പറക്കുത്തി നമ്മളിവിടുത്തെ ആൾക്കാരെല്ലാം കണ്ട് പരിചയപ്പെട്ട് ഞാൻ ഇങ്ങനെ ഫേസ് റിവീൽ ചെയ്യുന്നില്ല ആരെയും. കാരണം നമ്മളെ കുടുംബക്കാരോട് ചോദിച്ചിട്ട് റിവീൽ ചെയ്യുന്നവരില്ല. അപ്പോൾ ഓർക്കെന്തോ പോലെ ഉണ്ടാവില്ലേ, ഇത് പ്രേക്ഷകർ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസ് റിവീൽ അങ്ങനെ നമ്മളെല്ലാ പുറക്കൊന്നും കീഞ്ഞ് കാറിന്ന് നേരെ വിട്ടു കേട്ടോ ഗൈസ്. തലശ്ശേരി കടൽപ്പാലത്തും പിന്നെ ഒരു ഐസ്ക്രീമും ജസ്റ്റ് കുടിക്കാൻ വിചാരിച്ചു. കടൽപ്പാലം പറയാനില്ല, കുറേ ആൾക്കാരും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്ത് എൻ്റെ കോലം കണ്ട ഗൈസ്. നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ട്, മുഖമെല്ലാം ഒരുമാതിരി അയച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ പോയിക്കൊണ്ട് കാണാം, ഫ്ലാഷ് ഓൺ ആക്കിയതാണ് ഗൈസ്. ഇത് കടൽപ്പാലത്ത് ഇറങ്ങാമെന്ന് നിൽക്കില്ല, കാരണം തീരെ കഴിയുന്നില്ലേനു. എല്ലാവരും ടയേർഡായിരുന്നു. കാരണം 2 മണി 1 മണി ആ ഒരു ടൈമേനു ഗൈസ്. ഇവിടെ ഫുള്ള് പാട്ടും വീഡിയോസൊക്കെ ആയിരുന്നു കടൽപ്പാലത്ത്. നല്ല പരിപാടിയായിരുന്നു. മുഴുവൻ ജനങ്ങളായിരുന്നു. പിന്നെ ഐസ്ക്രീം കുടിക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് മാത്രമല്ല രാത്രി ആയതുകൊണ്ട് കാറിനെല്ലാം പകുതി ഉറക്കത്തിലുമായിരുന്നു. ഇത് കഴിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ന്യൂ നൈറ്റ് ഡ്രസ്സാണ് ഇട്ടുള്ളതെന്ന് പറയുന്നത്. നൈറ്റ് ഡ്രസ്സ് അധികം കാണിക്കുന്നില്ല. ഒരു സ്ട്രോബെറീൻ്റെ ഡ്രസ്സും നല്ലൊരു പാൻറ്റാണ്. ഇതിനാ ബോംബെ നിന്നാണ് വാങ്ങിച്ചത്. പെരുന്നാളുടെ രാത്രി ഇടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഫ്രഷായി മുഖലൊന്ന് നല്ലോണം കഴുകി. എന്നാലും ടാൻ അടിച്ചിന്, കാരണം മേക്കപ്പ് ഇട്ടിട്ടാണല്ലോ നമ്മൾ ഉണ്ടാവാൻ. അതുകൊണ്ട് ടാൻ അടിച്ചിന്
ഗൈസ്. പിന്നെ ഞാൻ കടൽപ്പാലത്തിന് ശേഷമുള്ളത് വീഡിയോ എടുത്തിക്കില്ല. ഐസ്ക്രീം തിന്നിനായിരുന്നു, പിന്നെ കുറച്ച് ആടെ ഇരുന്നു, പിന്നെ നമ്മൾ കുറേ പാട്ടെല്ലാം ഇട്ട് ഇങ്ങനെ വന്നു. ബട്ട് അത് വീഡിയോ എടുക്കാണ്ടിരുന്നത് ഫോണിന് ചാർജില്ലായിരുന്നു. സോറി, ഐ എം റിയലി സോറി. നമ്മൾ ലോറൽ ഗാർഡനിലും എല്ലായിടത്തും പോയിട്ടുണ്ടായിരുന്നു, ബട്ട് ചാർജില്ലായിരുന്നു. ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല, അതുകൊണ്ട് ഇതിനെ കുറച്ച് ബോറ് വ്ളോഗ്, എന്നാ ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ള വ്ളോഗ് എപ്പോഴെങ്കിലും ഇവിടെ ഇങ്ങനെ സംസാരിക്കാണ്ട്. സോറി, ശരിക്കും സോറി കേട്ടോ. നമുക്ക് എപ്പോഴും ഇങ്ങനെ വർത്താനം പറയുന്നത് ഇതന്നെ, ഇപ്പം തന്നെ വർത്താനം പറയുന്ന വ്ളോഗ് ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇത്രയുള്ള ഈദ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി എന്ത് വ്ളോഗിൽ നിങ്ങൾ പറയാം ഞാൻ എന്ത് വീഡിയോ ഇടണമെന്ന്. ഹോം ടൂറൊക്കെ പാടാണ് ഗൈസ്. ഹോം ടൂറൊന്നും പറയില്ല, വേറെ എന്തും വേണേൽ പറഞ്ഞോ. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പോസ്റ്റ് ചെയ്തതിനും തോന്നുന്നു. ഇനി ഒരു ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞെങ്കിൽ പറഞ്ഞോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. എല്ലാവരും ഈദ് ഡേ ആഘോഷിച്ചോ എന്നെല്ലാം കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഡ്രസ്സോ എല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, ടാറ്റ, അസ്സലാമു അലൈക്കും. ഒക്കെ തീരെ സുഖമില്ല ഗൈസ്.